അക്ഷികർണത്വജിഹ്വാദ്യാ വികർഷന്തി അവശം അത ഇത കോപി നസ്ത്വൽപദാബ്ജേ. നാരായണീയത്തിൽ ഏകാദശ സ്കന്ധമൊക്കെ സംഗ്രഹിക്കുന്ന ഭാഗം വരുമ്പോൾ ഭഗവാനെ വിഷയങ്ങളിലേക്ക് മനസ്സ് പോവാൻ ആരും പ്രയത്നിക്കണ്ട, മനഃപൂർവ്വം കൊണ്ടുപോകണ്ട, എല്ലാം പിടിച്ചു വലിച്ചുകൊണ്ടാണ് ഓരോന്നിലേക്ക്. വികർഷന്തി എന്നാണ്, വിശേഷേണ കരുഷന്തി, എല്ലാ ദിക്കലിക്കും കണ്ണ് മൂക്കമൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആരെങ്കിലും പറഞ്ഞു വെച്ചിട്ടാണ്, അതാണ് അത് സ്വഭാവം അതിൻ്റെ തന്നെ. എന്നാൽ ഭഗവാനെ അവിടുത്തെ പാദത്തിലേക്ക് കോപിനത്വൽപദാബ്ജേ, അവിടുത്തെ പാദത്തിലേക്ക് മനസ്സ് കൊണ്ടുവരുന്ന ഒന്നുമില്ലല്ലോ. കോപി എന്നാണ്, ഒരൊറ്റ ആൾ പോലും ഇല്ല കൊണ്ടുവരാൻ, ഒരു ഇന്ദ്രിയം പോലും ഭഗവാന്റെ അവിടത്തേക്ക് കൊണ്ടുവരുന്നില്ലല്ലോ. എന്താ വേണ്ടതെന്നാണ്. അപ്പം എല്ലാം സ്മരിക്കുക, കാണുക, കേൾക്കുകയൊക്കെ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും സ്വഭാവങ്ങളുണ്ട്. എന്നാൽ അതൊക്കെ ഭഗവാനെ കുറിച്ചാക്കുക. വാണി ഗുണാനുകഥനെ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗൽ പ്രണാമേ ദൃഷ്ടി സതാം ദർശനേസ്തു ഭവത്തനൂനാം. ഇങ്ങനെ അങ്ങോട്ട് പഠിപ്പിച്ചാൽ മതി എന്നാ. ഇതെങ്ങനെ വേദസാരമാന്ന് പറഞ്ഞല്ലോ. ഭദ്രം കർണേഭിഃ ശൃണുയാമദേവാഃ ഭദ്രം പശ്യേമാക്ഷഭിര്യജത്രാഃ സ്ഥിരൈരംഗൈസ്തുഷ്ടുവാംസസ്തനൂഭിഃ വ്യശേമ ദേവഹിതം യദായുഃ. വേദത്തിലും ഇത് തന്നെയാണ് പറഞ്ഞത്. വേദാർത്ഥത്തിൻ്റെ ഒരു ഉപബ്രഹ്മണമാണ് ഇതിഹാസ പുരാണാഭ്യാം വേദം സമുപബ്രഹ്മയേൽ. വേദത്തിൽ ചുരുക്കി ചുരുക്കി പറഞ്ഞ കാര്യത്തെ വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കുക ആളുകൾക്ക് മനസ്സിലാവാൻ. അങ്ങനെയാണ് ഈ പുരാണങ്ങളിൽ. അപ്പം ഇങ്ങനൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ വിഷയങ്ങളിലേക്ക് പോകാതാവും. ആ നിമിഷം മുതൽ മനുഷ്യന് സുഖം കിട്ടിത്തരണം. പുറമേക്ക് പോയാൽ കിട്ടില്ല, പുറമേ അല്ലാതിരിക്കണേ. മനസ്സിങ്ങനെ കൂടുതൽ കൂടുതൽ ചലിച്ചുകൊണ്ടിരിക്കും. മോക്ഷോ നിർവിഷയം മനഃ. എന്താണ് മോക്ഷം? പല നിർവചനം. അതിലൊരു നിർവചനമാണ് മോക്ഷോ നിർവിഷയം മനഃ. ഇപ്പം എന്തെല്ലാം സാധനങ്ങളാണ് മനസ്സിലിരിക്കണേ, അവരൊക്കെ നമുക്ക് ശല്യം ഉണ്ടാക്കുന്നതാണ്. അതൊക്കെ അങ്ങോട്ട് ഇല്ലാതായാൽ മോക്ഷമായി. വിഷയങ്ങളോടുള്ള ബന്ധമില്ലാതായാൽ അത് തന്നെ മോക്ഷം. മോക്ഷോ നിർവിഷയം മനഃ. ആ അവസ്ഥയിലേക്ക് എത്താൻ ഭഗവത് കഥാശ്രവണം കൊണ്ട് പറ്റുന്ന. അതുകൊണ്ടാണ് തദേവ ഹാരം വദമന്യസ് ചെയ്ത്. എന്തെങ്കിലും സുന്ദരമായിട്ടൊന്ന് കണ്ടാൽ കണ്ണ് അങ്ങോട്ട് പോണു. ഭഗവാൻ വിചാരിച്ചു അവരോട് പ്രാണായാമമൊക്കെ ചെയ്ത് മനസ്സിനൊന്നും നിയന്ത്രിക്കാൻ പറഞ്ഞാൽ അവർക്ക് പറ്റില്ല. സുന്ദരമായിട്ടുള്ള വസ്തുവിലേക്കല്ലേ മനസ്സ് പോണത്. അപ്പോഴാണ് ഭഗവാൻ ത്രൈലോക്യ സുന്ദരമായിട്ടുള്ള രൂപം സ്വീകരിച്ചു. അപ്പോൾ കാണുക കേൾക്കുക കഴിഞ്ഞാൽ ഭഗവാനെക്കുറിച്ച് ആരെങ്കിലും വർണ്ണിക്കുകയും ഭഗവാന്റെ രൂപം ഒരു ചിത്രം വരച്ചതൊന്ന് കണ്ടാൽ തന്നെ മറ്റെങ്ങും പോകാതാവും മനസ്സ്. അതുകൊണ്ട് ഭഗവാൻ 125 വർഷം അത്ഭുതമായിട്ടുള്ള ലീലകളാടിയല്ലോ. തദേവ ഹാരം വദ മന്യസേ ചെയ്ത്. ഗുരുനാഥ, അങ്ങനെയുള്ള എല്ലാവരുടെ മനസ്സും തന്നിലേക്കാക്കി തീർക്കുന്ന ചരിത്രം പറഞ്ഞു തരണേ എന്ന് വീണ്ടും പ്രാർത്ഥിച്ചു. ഇതിനുമ്പൊരു 100 പ്രാർത്ഥന കഴിഞ്ഞു. 101-ാമതും തന്നെ പറഞ്ഞു. അപ്പോഴാണ് താൻ വിചാരിച്ച പോലെ തന്നെ തൻ്റെ ശിഷ്യന് കൂടുതൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. വ്യാഹർത്തുമാരഭത ഭാഗവത പ്രധാനം. മഹാഭാഗവതനായിട്ടുള്ള ശുഖബ്രഹ്മർഷി വിസ്തരിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെയാണ് ഓരോ സന്ദർഭത്തിൽ കൂടെ വർണ്ണിച്ച് ആ ഭഗവാന്റെ നാമകരണാദികളൊക്കെ കണ്ടു. കൃഷ്ണനാണ്. കരിഷതി ഇതി കൃഷ്ണ സ്വയം കൃഷ്ണാവതാരോ ജയതി. കൃഷ്ണാവതാരത്തിന് ഒരു വിശേഷം കൂടുതലുണ്ടല്ലോ എന്നാണ്.
മറ്റവതാരങ്ങളിലൊക്കെ ഇല്ലാത്തൊരു വിശേഷം. കൃഷ്ണാവതാരത്തിന് മുമ്പ് യോഗം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ, യോഗ ചിത്തവൃത്തി നിരോധ. പ്രാണായാമം ചെയ്തോളൂ, പ്രാണനെ ചലിപ്പിക്കാതാക്കിക്കോളൂ. അപ്പം അത് മനസ്സിനെ ചലിപ്പിക്കില്ല, മനസ്സ് വിഷയങ്ങളിലേക്ക് പോവില്ല. രണ്ടാമത് വിഷമാണല്ലോ ഗുരുനാഥ. വിഷമമുണ്ടാവും, എന്നാലും ഇതന്നെ വഴിയുള്ളൂ. പണ്ട് കാലത്ത് കൃഷ്ണാവതാരം കഴിഞ്ഞപ്പോൾ അതൊക്കെ പോയി. ദ്വേഷിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എങ്ങനെ ആയാലും വേണ്ടില്ല, ശകാരിച്ചവർക്കും എല്ലാവർക്കും മുക്കി. ഇതാണ് കൃഷ്ണാവതാരത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് ഭഗവത് കഥകൾ തന്നെ. കൃഷ്ണാവതാരം കേട്ടറിഞ്ഞപ്പോഴേക്കും തന്നെ സന്തോഷമായി.